Hi everyone, welcome back. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രെയിം ഹാൻഡ്ലിംഗിലെ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫ്രെയിം ഹാൻഡ്ലിംഗിന്റെ ബേസിക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഒരു ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ആക്ഷൻ പെർഫോം ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി മെത്തേഡുകളും എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഫ്രെയിം ഹാൻഡ്ലിംഗിന് ടോട്ടലി 4 മെത്തേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമുക്ക് ഇൻഡെക്സ് വഴി ചെയ്യാം. ഓക്കെ, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏത് പൊസിഷനിലാണോ നമ്മുടെ ഫ്രെയിം കിടക്കുന്നതെന്ന് നോക്കിയിട്ട് 0th പൊസിഷനിലാണ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്യുക, 1 2 3 കൗണ്ട് ചെയ്യുക. 1 ആണെങ്കിൽ നിങ്ങൾ 0 കൊടുക്കുക, 2 ആണെങ്കിൽ 1 കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യാം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ID. ഓക്കെ, ID കൊടുക്കണമെങ്കിൽ ആ ഫ്രെയിമിനുള്ളിൽ ID എന്നൊരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ സാധാരണ ഇപ്പോൾ ബട്ടനും ടെക്സ്റ്റ് ബോക്സസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കുമ്പോൾ അതിൽ നമ്മൾ ID ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ വാല്യൂ പാസ് ചെയ്തിട്ട് ആക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എലമെന്റിനെ ഇൻസ്പെക്ട് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ID എന്നൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ID പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നെയിമിന്റെ കേസിലും. നെയിം എന്നുള്ള ഒരു പ്രോപ്പർട്ടി ആ വെബ് എലമെന്റിൽ ഉണ്ടായിരിക്കണം, ഐ ഫ്രെയിമിനുള്ളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെയിം പാസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഒരു എക്സ്പാത്ത് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനൊരു വെബ് എലമെന്റ് ആയിട്ട് സേവ് ചെയ്തിട്ട് കൊടുക്കണം എന്നാണെങ്കിൽ നമുക്കൊരു വെബ് എലമെന്റ് ആയിട്ട് driver.findElement എന്നും പറഞ്ഞ ഐഡിയോ നെയിമോ അല്ലെങ്കിൽ അതുകൊണ്ടിട്ട് ഒരു എക്സ്പാത്തോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സ്പാത്തോ CSS സെലക്ടറോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വെബ് എലമെന്റ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇത് ഫ്രെയിമിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 മെത്തേഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ടെസ്റ്റ് ലീഫ് എന്നുള്ള സൈറ്റ് എടുത്ത്, അപ്പോൾ ഞാൻ സെയിം സംഭവം തന്നെ എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഫ്രെയിംസ് എല്ലാം എങ്ങനെയാണെന്ന് ഇത് വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യം നമുക്ക് ഡ്രൈവർ വേണം. ഡ്രൈവർ ഇസ് ഈക്വൽ ടു ന്യൂ. നിങ്ങളുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവർ കൊടുക്കാം. ഞാനിവിടെ EdgeDriver കൊടുക്കാണ്. EdgeDriver കൊടുത്തു. ഓക്കെ, ഇനി ഇതിനൊക്കെ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ ഈ കോഡ് ഞാൻ പേസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. ലാസ്റ്റ് വീഡിയോയിൽ കോഡ് ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അത് പേസ്റ്റ് ചെയ്തേക്കാം. അപ്പൊ EdgeDriver ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ഇനി ആ പേജിലേക്ക് എനിക്ക് നാവിഗേറ്റ് ചെയ്യണം അല്ലെ, അത് ആ പേജ് എനിക്ക് ലോഡ് ചെയ്യണം. ദെൻ driver.get ഈ URL ഞാൻ കോപ്പി എടുത്തു, പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു പേജ് ലോഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമുക്ക് ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്വിച്ച് ചെയ്യാൻ യൂസ് ചെയ്ത കമാൻഡ് എന്തായിരുന്നു? driver.switchTo.frame. ഇതായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്ന കമാൻഡ്, driver.switchTo.frame. അപ്പൊ അതില് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവർ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇൻഡെക്സ് ഉണ്ട്, സ്ട്രിംഗ്, നെയിം ഓർ ID, പിന്നെ ഫ്രെയിമിനുള്ളിൽ വെബ് എലമെന്റ്. ഇവിടെ 3 മെത്തേഡ്സ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ. ഞാൻ ഈ നെയിം ഓർ ID എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇൻഡെക്സ് നോക്കാം. ഇൻഡെക്സ് എങ്ങനെയായിരുന്നു? ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് അല്ലെ. ഇൻഡെക്സ് എപ്പോഴും ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. നമ്മൾ ഏതെടുത്താലും ഇൻഡെക്സ് ഇൻറ്റിജർ വാല്യൂ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോഡ്സിലൊന്നും കൊടുക്കണ്ട. നിങ്ങളുടെ ഏത് വെബ് പേജ് ആണോ ഇൻസ്പെക്ട് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യേണ്ട ഫ്രെയിമിന്റെ നമ്പർ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പൊസിഷൻ, അതിന്റെ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇൻഡെക്സ് കൊടുത്താൽ മാത്രം മതി. ആ ഫ്രെയിമിലേക്ക് അത് സ്വിച്ച് ആയിക്കോളും. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻഡെക്സ് വെച്ച് ചെയ്തത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫ്രെയിം വർക്ക് ഹാൻഡ്ലിംഗ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ആദ്യം കാണാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഇൻഡെക്സ് വെച്ചിട്ട് സ്വിച്ച് ചെയ്യാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ഇൻഡെക്സ് വെച്ചിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡെക്സ് വെച്ച് സ്വിച്ച് ചെയ്യുന്നു, ഫസ്റ്റ് മെത്തേഡ്. ഇനി അടുത്തതാണ് നമുക്ക് ID അല്ലെങ്കിൽ നെയിം. ഞാൻ പറഞ്ഞു അതിന് ഏതാണെങ്കിലും നമുക്ക് ആ കോഡ്സിൽ നമുക്ക് കൊടുത്താൽ മതി. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് ഈ പേജ് നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോരോ ഫ്രെയിം, ഇതിനകത്ത് 1-2 ഫ്രെയിംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഫ്രെയിമും എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ഫ്രെയിമിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലൈനാണ് ഫ്രെയിം, ആ ഫ്രെയിമിന്റെ വെബ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ടാഗ് നെയിം എന്താ? ഐ ഫ്രെയിം എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണോ അതാണ് അതിന്റെ ടാഗ് എന്ന് പറയുന്നത്, ഐ ഫ്രെയിം. ഇനി ഐ ഫ്രെയിമിന് എത്ര പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് ചോദിച്ചാൽ സോഴ്സ് ഉണ്ട്, ഫ്രെയിം ബോർഡർ ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, സ്ക്രോളിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില്
ഈ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ സോഴ്സ് വെച്ചിട്ട് ഒരു എക്സ്പാത്തോ CSS സെലക്ടറോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ഇതിനകത്ത്. ഈ ഫ്രെയിം ബോർഡർ എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്. അത് വേണമെങ്കിൽ മാറാം അല്ലെ, 1 or 2 or 3 ബോർഡർ വേണമെങ്കിൽ അപ്ലൈ ആകാം, അപ്ലൈ ആവാതിരിക്കാം. അതൊരു പ്രോപ്പർട്ടി, അത് സ്റ്റൈലിഷിങ് പ്രോപ്പർട്ടിയാണ് അല്ലേ. അതുപോലെ വിത്ത്, സ്ക്രോളിങ്, ഇതൊക്കെ ഒന്ന് നമുക്ക് ഒരു ലൊക്കേറ്റർ ആയിട്ട്, അതായത് നമ്മുടെ ഒരു എക്സ്പാത്തോ CSS സെലക്ടറോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഒന്നുമല്ല ഇത്. പിന്നെ ഇതിനകത്ത് ഐഡിയും ഇല്ല, നെയിമും ഇല്ല. നിങ്ങൾക്കറിയാലോ, ഇവിടെയാണ് ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെയാണ് അത് ഈ iframeന്റെ ടാഗ് ഇവിടെയാണ് തീർന്നിരിക്കുന്നത്. മീൻസ് ആ പ്രോപ്പർട്ടീസ് ഇവിടെയാണ് തീർന്നിരിക്കുന്നത്. ക്ലോസിംഗ് ടാഗിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റ് ഇവിടെയാണ് തീർന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഐഡി ഇല്ല, നെയിമും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡെക്സ് തന്നെയായിരിക്കും. ഇപ്പൊ ഫസ്റ്റ് iframe ആയതുകൊണ്ടാണ് നമ്മളത് 0th ഇൻഡെക്സ് വെച്ച് എടുത്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ 0 എന്നുള്ള ഇൻഡെക്സ് വെച്ചിട്ട് നമ്മളിത് ഇൻസ്പെക്ട് ചെയ്തു, നമ്മൾ അതിലേക്ക് സ്വിച്ച് ചെയ്തു, എന്നിട്ട് നമ്മൾ ഈ ക്ലിക്ക് ചെയ്തു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇൻഡെക്സ് ആണ് ഏറ്റവും എന്താ പറയുക സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫ്രെയിം നോക്കാം. അടുത്ത ഫ്രെയിമിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഞാനിപ്പോ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ക്ലിക്ക്മിയുടെ ഫ്രെയിമിനെയാണ് ഇൻസ്പെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെയും ചെയ്തിട്ടുണ്ട്, നമ്മുടെ HTML സൈഡും ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു iframe ഉണ്ട് കണ്ടോ. അതിന് നമ്മൾ നേരത്തെ കണ്ടതിലും കൂടുതൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ്? വിഡ്ത്തും സോഴ്സും ഒക്കെ ഉണ്ട്. അതുകൂടാതെ കണ്ടോ ID ഫ്രെയിം, ഇങ്ങനെ 2 സാധനങ്ങളും കൂടി ഇതിനുണ്ട്. ഓക്കെ, അപ്പൊ ID ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോഡ്സിൽ ID പാസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെയിം പാസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ID നെയിമും ഒരേ വാല്യൂ ആണ് അല്ലെ. ഫ്രെയിം 2 തന്നെയാണ് രണ്ടിന്റെ വാല്യൂ ഇരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇൻഡെക്സ് ആണെങ്കിലാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇൻഡെക്സ് ഇന്റിജർ ആണ്, അതിന് കോഡ്സിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ID അല്ലെങ്കിൽ നെയിം, ID ഓർ നെയിം യൂസ് ചെയ്യുന്ന സമയത്ത് driver.switchTo കൊടുക്കുക, ഫ്രെയിം കൊടുക്കുക. കേട്ടോ, ഇവിടെ driver.switchTo ഫ്രെയിം. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ, ഇതില് സ്ട്രിംഗ്, നെയിം ഓർ ID. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് മെത്തേഡ് എടുത്താലും അതിന്റെ പാരാമീറ്ററിന്റെ ടൈപ്പ് അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇൻഡെക്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഇൻഡെക്സ് ഇന്റിജർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ കോഡ്സ് കൊടുക്കാതിരുന്നത്. പക്ഷെ ഇവിടെ നെയിം ഓർ ID എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ട്രിംഗ് ആണ്. കണ്ടോ, സ്ട്രിംഗ് എന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് കൊടുക്കുന്ന സമയത്ത് കോഡ്സിൽ തന്നെ കൊടുക്കുക. ഐഡിയോ നെയിമോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പാസ് ചെയ്യാം. രണ്ടിൽ ഏത് കൊടുത്താലും അത് ചെക്ക് ചെയ്തോളും. ID ആണെങ്കിലും കുഴപ്പമില്ല, നെയിം ആണെങ്കിലും കുഴപ്പമില്ല. സെലീനിയം അങ്ങനെ ഒരു ഐഡിയോ നെയിമോ ഒരു ഫ്രെയിമിനുണ്ടെങ്കിൽ ആ ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്തോളും. ഓക്കെ, അപ്പൊ അതുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ചെയ്താൽ മാത്രം മതി. രണ്ടിൽ ഏതാണെങ്കിലും പ്രശ്നമില്ല. ഇവിടെ നമുക്ക് നമ്മുടെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള ഈ ഫ്രെയിമിനുള്ളിൽ കണ്ടോ ID ഉണ്ട്, നെയിമും ഉണ്ട്. രണ്ടിന്റെയും പേര് ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഫ്രെയിം 2 എന്ന് കൊടുക്കാം. അതിന്റെ വാല്യൂ എടുക്കാം, കോപ്പി ചെയ്യാം, ഇവിടെ വരാം. ഇതിനകത്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് പാസ് ചെയ്ത് കൊടുക്കാം. കോഡ്സ് വേണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നെയിം അല്ലെങ്കിൽ ID യൂസ് ചെയ്യേണ്ടത്, ഫ്രെയിമിനുള്ളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ സെയിം ID തന്നെ, നെയിമും IDയും സെയിം തന്നെ ആയതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടാമത് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതാണ് അടുത്ത ഓപ്ഷൻ ഉള്ളത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ വെബ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യുക? മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ഒരു കേസാണ് വെബ് എലമെന്റ് വെച്ച് വരുന്നത് അല്ലെ, വെബ് എലമെന്റ്. അപ്പൊ വെബ് എലമെന്റിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രെയിം വെച്ചിട്ട്, ഈ ഐഡിയോ നെയിം വെച്ചിട്ടോ ഒരു എക്സ്പാത്തോ അല്ലെങ്കിൽ ഒരു CSS സെലക്ടറോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ID അല്ലെങ്കിൽ നെയിം എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. ഒരു വെബ് എലമെന്റിൽ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ ഒരു എലമെന്റിന്, ഏത് എലമെന്റ് ആണെങ്കിലും, ഇപ്പം ബട്ടണോ ടെക്സ്റ്റ് ബോക്സോ ലിങ്കോ എങ്ങനെയാണോ നമ്മൾ അതിന്റെ ഒരു വെബ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രെയിമിന്റെ ഒരു വെബ് എലമെന്റ് നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ അതിന് ഫ്രെയിം എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. കൺഫ്യൂഷൻ ആകുമെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു പേര് കൊടുക്കാം. ആ ഫ്രെയിമിന് ഇവിടെ എന്തെങ്കിലും പേരുണ്ടോ നോക്കട്ടെ. ഇല്ല. ക്ലിക്ക്മീ ഇൻസൈഡ് നെസ്റ്റഡ് ഫ്രെയിം. ഓക്കെ, clickMeFrame എന്ന് കൊടുക്കാം. ഓക്കെ, clickMeFrame ഇങ്ങനെ ഒരു പേര് ഞാൻ കൊടുത്തു. ഈക്വൽ ടു driver.findElement by.id കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ID കൊടുക്കുക. അവിടെ ID ഉണ്ട്. ID frame 2 എന്നുള്ളതാണ് അതിന്റെ ID. അപ്പൊ ID വെച്ചിട്ട് നമ്മളൊരു
വെബ് എലമെന്റ് ക്രിയേറ്റ് ചെയ്തു. ഏതിന്റെ? നമ്മുടെ ഫ്രെയിമിന്റെ വെബ് എലമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഒന്നുകൂടി ചെറുതാക്കിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ഒരു ലൈൻ വിടാം. ഓക്കെ, അപ്പൊ ID വെച്ചിട്ട് ഇതിന്റെ വെബ് എലമെന്റ് ക്രിയേറ്റ് ചെയ്തു. അല്ല നിങ്ങൾക്ക് നെയിം വെച്ചിട്ട് ഇതേ വെബ് എലമെന്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ഇതിന് പകരം IDക്ക് പകരം നിങ്ങൾക്ക് നെയിം കൊടുക്കാം. സെയിം ഇതിന് പകരം നിങ്ങൾക്ക് നെയിം എന്ന് കൊടുക്കാം. ഇവിടെ ഞാൻ ഒന്ന് കമന്റ് ചെയ്തോട്ടെ. ഇത് ID വെച്ചിട്ടുള്ളതാണ്, ഇത് നെയിം വെച്ചിട്ടുള്ളത്. വാല്യൂ സെയിം തന്നെയാണല്ലോ, ഇവിടെ വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല, ഫ്രെയിം 2. അപ്പൊ അതുകൊണ്ടിട്ട് സെയിം വാല്യൂ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തു നമ്മള്. ഓക്കെ, നെയിം. ഇനി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എക്സ്പാത്തോ CSS സെലക്ടറോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ വരാം, ഇവിടെ ഒരു എക്സ്പാത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. /iframe ടാഗ് നെയിം നിങ്ങൾ ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് @ID = frame2. ഓക്കെ, ഇതിനൊരു എക്സ്പാത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, യുണീക്ക് ആണ്, 1 of 1 എന്ന് നിങ്ങൾക്ക് ഇവിടെ നമ്പറും കാണാം. ഒരു എക്സ്പാത്ത് ക്രിയേറ്റ് ചെയ്തു. ഇനി അവിടെ IDക്ക് പകരം ഇതുപോലെ തന്നെ ഒരു വെബ് എലമെന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. വെബ് എലമെന്റ് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ട്, എല്ലാം കൂടി ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ഏതെങ്കിലും ഒരു ലൊക്കേറ്റർ വെച്ചിട്ട്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേറ്റർ വെച്ചിട്ട് ഒരു എക്സ്പാത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ID ഉള്ളതുകൊണ്ട്, ID യൂണീക്ക് ആയതുകൊണ്ടും ഞാൻ ആദ്യം ID കൊടുത്തു. അല്ല നെയിം വെച്ച് കൊടുക്കണമെങ്കിൽ അവിടെ നെയിം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നെയിം കൊടുത്തു. ഇനി ഇത് ഏതെങ്കിലും വെച്ച് ഒരു എക്സ്പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ആകാം. അങ്ങനെ ഡിഫറെന്റ് മെത്തേഡുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലാതെ എല്ലാം കൂടി ഒരെണ്ണത്തിൽ കൊണ്ട് അപ്ലൈ ചെയ്യുന്ന കാര്യമല്ല. അപ്പൊ clickMeFrame = driver.findElement by.xpath കൊടുത്തു. നമ്മൾ എക്സ്പാത്ത് ആണ് ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ എക്സ്പാത്ത് വെച്ചിട്ട് ഞാൻ ആ ഫ്രെയിമിന്റെ എലമെന്റിനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫ്രെയിമിന്റെ എലമെന്റിനെ കണ്ടുപിടിക്കാം. അതിനുശേഷം സ്വിച്ച് ചെയ്യണം. എലമെന്റ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ driver.switchTo frame. ഫ്രെയിമില് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇവിടെ എടുത്ത് കാണിക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ ഇവിടെ എടുത്ത് കാണിക്കാം. കണ്ടോ, ഇൻഡെക്സ്, സ്ട്രിംഗ്, നെയിം ഓർ ID. രണ്ടാമത്തത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തത് നിങ്ങൾ നോക്കിയേ, എലമെന്റ് വെബ് എലമെന്റ് ആയിട്ടാണ് പാസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം വെബ് എലമെന്റിനെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇനി എന്ത് ചെയ്യണം, ആ വെബ് എലമെന്റ് പാസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. clickMeFrame കണ്ടോ, അത് ഓട്ടോമാറ്റിക്കലി ആകെ ഒരു വെബ് എലമെന്റ് നമ്മുടെ പേജിലുള്ള, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് എടുത്തു. clickMeFrame. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വെബ് എലമെന്റ് വെച്ചിട്ട് ഒരു ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഫ്രെയിമിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് മെത്തേഡ്സ്. ഇൻഡെക്സ്, ID അല്ലെങ്കിൽ നെയിം ഉണ്ടെങ്കിൽ നെയിം, ഇത് രണ്ടും ഒരേ രീതിയിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ID ഓർ നെയിം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് രണ്ടും കോഡ്സിൽ ഡയറക്റ്റ് നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ID ഓർ നെയിം എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാനത് സെപ്പറേറ്റ് എഴുതിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ വെബ് എലമെന്റ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ വെബ് എലമെന്റിനെ എടുത്തിട്ട് ഈ ഫ്രെയിമിനുള്ളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്. ഇനി സ്വിച്ച് ബാക്ക് ആൻഡ് നിങ്ങൾക്ക് എന്ത് ആക്ഷൻ ആണ് പെർഫോം ചെയ്യാനുള്ളത് നിങ്ങൾ പെർഫോം ചെയ്യുക. യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ എലമെന്റിനെ ഇൻസ്പെക്ട് ചെയ്യുക, ക്ലിക്കോ സെൻഡ് കീസോ എന്താണോ, എന്തൊക്കെ ആക്ഷൻസ് കൊടുക്കണോ അതെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, തിരിച്ച് നമ്മൾ ഫ്രെയിമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, driver.switchTo defaultContent എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. ഡിഫോൾട്ട് കണ്ടന്റ് കൊടുത്ത് നമുക്ക് ഫ്രെയിമിൽ നിന്ന് പുറത്തിറങ്ങാം. അല്ലെന്നാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി കൊടുക്കാം, driver.switchTo parent frame എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, പാരന്റ് ഫ്രെയിം. ഓക്കെ, അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.